ഹായ് ഗായസ്, സുബു എജു പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ വീലുക്കപ്പ് ഫംഗ്ഷനെ കുറിച്ചാണ്. എന്തിനാണ് ഈ വീലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ ഒരു ടേബിളിനകത്ത് നിന്നുള്ള ഡാറ്റാസിനെ ഈസി ആയിട്ട് എങ്ങനെ റിട്രീവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. സോ അതിനായിട്ടാണ് വീലുക്കപ്പ് ഫംഗ്ഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇവിടെ ഒരു ടേബിളുണ്ട്. അതായത് ഒരു കമ്പനിയിലെ കുറച്ച് എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന ഒരു ടേബിളാണ്. എംപ്ലോയി ഐ ഡി, നെയിം, സാലറി, ഇത്രയും കാര്യങ്ങൾ ഈ ടേബിളിൽ കാണാൻ സാധിക്കും. മറ്റൊരു ടേബിളുമുണ്ട്, എൻ്റർ ദ എംപ്ലോയി ഐ ഡി, സാലറി. എൻ്റെ ഉദ്ദേശം, ഒരു പർട്ടിക്കുലർ എംപ്ലോയിയുടെ ഐ ഡി നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ എംപ്ലോയി വാങ്ങുന്ന സാലറി എത്രയാണ് എന്നുള്ളത് ഇവിടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. ഇതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കേട്ടോ. അതിനായിട്ട് നമുക്ക് വീലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സോ ഞാൻ വീലുക്കപ്പ് ഫംഗ്ഷൻ കൊടുക്കാൻ പോവുകയാണ്. മൈക്രോസോഫ്റ്റ് എക്സലിലെ ഏത് ഫംഗ്ഷൻ ആയാലും ഫോർമുല ആയാലും അത് എഴുതുന്നതിന് മുന്നേ തന്നെ ഒരു ഈക്വൽ ടു സിമ്പിൾ ഇട്ട് കൊടുക്കുക. ദെൻ വി ലുക്കപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. വി ലുക്കപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് സെല്ലിലാണോ ഞാൻ ഇൻപുട്ട് വാല്യൂ കൊടുക്കുന്നത് ആ ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സെല്ലിൻ്റെ അഡ്രസ്സ് അവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു കോമ ഇട്ട് കൊടുക്കുക. ദെൻ നമ്മുടെ ഡാറ്റാസ് മുഴുവൻ കിടക്കുന്നത് ഈ ഒരു ടേബിളിലാണല്ലോ. സോ ആ ഡേറ്റാസ് മുഴുവനായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡേറ്റാസ് ഉൾപ്പെടുന്ന സെല്ലുകൾ മുഴുവനായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ സെല്ലിൻ്റെ റേഞ്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് H4 മുതൽ J13 വരെയുള്ള സെല്ലുകളാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ എഗെയിൻ കോമ കൊടുക്കുക. എൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എംപ്ലോയി ഐ ഡി ഈ ഒരു സെല്ലിൽ എൻ്റർ ചെയ്യുമ്പോൾ ആ ഒരു എംപ്ലോയി ഐ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാലറി എന്ത് ചെയ്യണം? ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. ഈ ഒരു ടേബിളിൽ സാലറി കിടക്കുന്നത് മൂന്നാമത്തെ കോളത്തിലാണല്ലോ അല്ലേ? 1, 2, 3 മൂന്നാമത്തെ കോളത്തിലാണ്. സോ ആ കോളം നമ്പർ ഞാൻ അവിടെ എൻ്റർ ചെയ്യുന്നു. ദെൻ കോമ കൊടുത്തു. ഫോൾസ് എന്ന് പറയുന്ന ഒരു കീവേഡ് കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫോൾസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എക്സാക്റ്റ് മാച്ച് ആണ് കേട്ടോ. ഒരു വാല്യൂ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ ആ വാല്യൂയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എക്സാക്റ്റ് മാച്ചായിട്ട് വരുന്ന ഡാറ്റ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം? റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കണം. സോ ഫോൾസ് എന്ന് പറയുന്ന കീവേഡും കൊടുത്തു. ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ദെൻ ഞാൻ എൻ്റർ കൊടുക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഇവിടെ വാല്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് NA എന്ന് പറയുന്ന ഒരു കീവേഡാണ് ഇവിടെ കാണാൻ സാധിക്കുക. നമുക്കൊരു വാല്യൂ കൊടുത്തു നോക്കാം. ഇവിടെ അഖിൽ എന്ന് പറയുന്ന എംപ്ലോയിയുടെ ഐ ഡി എന്ന് പറയുന്നത് 30 ആണല്ലോ. ഞാൻ ആ 30 ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. 30 എൻ്റർ ചെയ്ത് കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്തപ്പോഴത്തേക്ക് അഖിലിൻ്റെ സാലറി എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു. അതുപോലെ അമീൻ എന്ന് പറയുന്ന എംപ്ലോയിയുടെ എംപ്ലോയി ഐ ഡി എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണല്ലേ. 100 കൊടുത്ത് എൻ്റർ കൊടുത്തപ്പോൾ അമീൻ്റെ സാലറിയും എനിക്കിവിടെ കാണാൻ സാധിച്ചു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വലിയ ഒരു ടേബിളിനകത്ത് കുറേ ഡാറ്റാസ് കിടപ്പുണ്ടെങ്കിൽ ഓരോ ഡാറ്റയുടെയും ഒരു ഐ ഡിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരുകളോ ഒക്കെ റെഫർ ചെയ്തുകൊണ്ട് ഇൻഡിവിജ്വലി ഓരോ ഡീറ്റെയിൽസും നമുക്ക് റിട്രീവ് ചെയ്യുവാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇന്നുണ്ട്. അതായത് എംപ്ലോയി സാലറി ലുക്കപ്പ്, പ്രോഡക്റ്റ് പ്രൈസ് റിട്രീവൽ ഇൻ എ സ്റ്റോർ, സ്റ്റുഡൻറ്റ് ഗ്രേഡ് ലുക്കപ്പ്, ഫെച്ചിങ് കസ്റ്റമർ ഡീറ്റെയിൽസ് ഇൻ CRM, finding inventory stock levels, matching account numbers in a bank statement, pulling shipping status in an e-commerce system. ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആപ്ലിക്കേഷൻസിന് ഈ ഒരു വീലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ടീച്ചേഴ്സിനൊക്കെ സ്റ്റുഡൻസിൻ്റെ മാർക്കൊക്കെ പെട്ടെന്ന് അറിയുവാനായിട്ട് ഈ വീലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്, എന്നാൽ ഈസിയുമാണ് കേട്ടോ. സോ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും നിങ്ങളുടെ ക്വറീസും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസ് കിട്ടുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. സോ താങ്ക് യു വെരി മച്ച്.